അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നിരവധി ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-30 ആൾക്കാർ ജോലി ചെയ്യുന്നെന്നാണ് നിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ആശ്രയം കൂടി മാറുകയാണ് നിങ്ങളുടെ സ്ഥാപനം. തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, ഒത്തിരി ആൾക്കാരുടെ ഒത്തിരി കുടുംബങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നു, അവരുടെ കാര്യങ്ങളും കൂടി നടന്നു പോകുന്നു. 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു വലിയ കാര്യം, ഒരു പിന്നെ ദൈവിക പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം വലിയ നല്ല കുട്ടികളാണ്. അവരെല്ലാം നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥമായി നമ്മളോടൊപ്പം നിന്ന് പരിശ്രമിക്കുന്നവരാണ്. ഒരു യുവാവ് എന്ന നിലയിൽ ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ നമ്മൾ മിത്രങ്ങൾക്കൊപ്പം ശത്രുക്കളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? ശത്രുക്കളുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. മുമ്പിൽ വന്നിട്ടില്ല. ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. അപ്പൊ അവരോടൊക്കെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നേരെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നേരെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ ആ ധർമ്മത്തെ, നമ്മുടെ ആ ന്യായത്തെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് ഒക്കെ സൈഡിൽ പറയുന്നവരെല്ലാം നാളെ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന തലത്തിലേക്ക് തന്നെ എത്തും. എന്ന് വെച്ചാൽ അങ്ങനെ ആരും മോശം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആൾക്കാർക്ക് എല്ലാം വലിയ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും കാണുമ്പോൾ വളരെ സന്തോഷമാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ട്, അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അല്ല, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളെ കണ്ട് ഒരാളും പഠിച്ച് മുന്നോട്ട് വരിക. തീർച്ചയായിട്ടും അത് എനിക്കത് എൻ്റെ കുട്ടികളോട് പോലും ഇപ്പോൾ സാധാരണഗതിയിൽ അച്ഛനമ്മമാർ പറയാറുള്ളത്, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കണ്ടുപിടി, ഇപ്പുറത്തെ വീട്ടിലെ മാമനെ കണ്ടുപിടി, അല്ലെങ്കിൽ അവിടുത്തെ ചേട്ടൻ ഗൾഫിൽ പോയി കണ്ടുപിടി എന്നൊക്കെയാണ് പറയാറുള്ളത്. സാർ, ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും, എന്നെ കണ്ടുപിടിച്ചിരുന്നൊരു പ്രശ്നം വേണമെങ്കിൽ അതുപോലെ ഞാൻ സഹിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളോടും പറയാറുള്ളത്. നമുക്കത് പറയാൻ കഴിയണം. തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്നെ മാതൃകയാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അത് വലിയൊരു പോയിന്റ് ആണത്.